അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വെൽക്കം പറ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കുട്ടിക്കാനത്തിൽ നിന്ന്, അതായത് ഇടുക്കി കുട്ടിക്കാനത്തിൽ നിന്ന് വാഗമണ്ണിന് പോകുമായിരുന്നു. ആ വഴിക്ക് കണ്ടാണ് ഇവിടെ ഒരു നിങ്ങൾക്ക് കാണാം, അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അത് നല്ല രസമുണ്ട് കാണാൻ, നല്ല വർഷം പഴക്കമുള്ളതാണെന്ന് തോന്നുന്നു. ഇപ്പം വരുന്ന വഴിക്ക് കണ്ടാണ്, ഒറ്റപ്പെട്ട വഴിയാണത്. ഇത് വാഗമണ്ണിന് പോകുന്ന മെയിൻ റോഡാണ്. കുട്ടിക്കാനത്തിൽ നിന്ന് പോകുന്ന വഴി കണ്ടാണ്, നല്ല രസമുണ്ട്. ഞങ്ങൾ എന്നാളുള്ള ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ പോകും. എന്നാലും കയറി നോക്കാം. ഇത് വേറൊന്നും കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇത് എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഇവിടെ പണ്ടാരണ്ട് താമസിച്ചാന്ന് തോന്നുന്നു, ഇവിടുന്ന് പോയതായിരിക്കും. ഇത് കണ്ടിട്ട് കുറേ വർഷം പഴക്കമുള്ളതായിട്ട് തോന്നുന്നേ അല്ല, എന്തൊരു കോട്ടേജ് പോലൊക്കെ തോന്നുന്നുണ്ട്. കയറി നോക്കാം. കയറിക്കോ. ഇതിലടാ, ഇതിനടിക്കട പോ. അതിസാഹസികമായിട്ട് ഗൈസ് ഇത് പിടിച്ചാൽ ഞാനിടി. ഇതാണ് നമ്മൾ വരുന്ന വഴിക്ക് കണ്ടാണ് ഇവിടെ. അപ്പോൾ എത്ര നാള് പഴക്കമുണ്ടെന്നോ ഒന്നും അറിയത്തില്ല. നല്ല രസമാണ്. അതായത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയാണിത് നേരിട്ട് കാണാൻ. വണ്ടിയും താക്കോലെൻ്റെ ഉണ്ട്. വഴിയാണിത്. നമ്മൾ നേരെ കുട്ടിക്കാനത്തിന് ഇറങ്ങുന്ന റോഡാണ്. കുട്ടിക്കാനം ഏകദേശം ഇങ്ങോട്ട് എത്ര ദൂരം ഉണ്ടോ? കുട്ടിക്കാനം മീൻസ് കുട്ടിക്കാനം കഴിഞ്ഞ് ഏലപ്പാറയെന്ന് വാഗമണ്ണ് കിടക്കുന്ന റോഡാണ്. ഓ, ഇത് കണ്ടാ ഇവിടെ എന്തോ ഒരു പാറ കൊണ്ടുണ്ടാക്കിയ, ചിലപ്പോൾ ഈ വീട്ടുകാരുടെ ഔട്ട് ഹൗസ് ആയിരുന്നിരിക്കും അല്ലേ. ബ്രിട്ടീഷുകാരെല്ലാം മണന്നായിരിക്കണം. ഞങ്ങളിത് വീഡിയോ എടുത്തു കഴിഞ്ഞ് ഇതിലെങ്ങനെ ആരെങ്കിലും വരുവാണെങ്കിൽ അവരോട് ചോദിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഞാനത് വോയിസ് ഓവറായിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ അത് കാണത്തില്ല. പോടാ, ഇതാകുമ്പോൾ പറയുന്നത് ബ്രിട്ടീഷുകാർ പണിതുകൊണ്ടായിരിക്കുമല്ലോ ഇതിങ്ങനെ നിൽക്കുന്നതെന്ന്. എന്നുള്ള അടാറ് ലുക്ക്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പക്കയല്ലടാ. നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. എന്നാണെന്നുള്ള ഇത് ശ്രദ്ധിച്ചോടാ, ഇവിടെ മൊത്തം ചെയ്തുണ്ട്. ഒരു ഇതിന് ലാവണ്ടർ അല്ലേ ഈ കളറ്? ലാവണ്ടർ കളറിലെ കാണാം അതിനകത്ത്. ഓ, അത് നൈസാട്ടോ ഗൈസ്. അകത്തും വേറൊരു ബൂട്ടുണ്ട്. പഴയ സെറ്റപ്പാണ് കേട്ടോ. ഒരു പൈൻമരമൊക്കെ നിൽപ്പുണ്ട്. ബാക്കിലോട്ട് പോ. ഈ ഫ്രണ്ടേ നടന്നോ? വേറൊന്നും കണ്ടല്ലോ, നീ ഫ്രണ്ടേ നടന്നു. എന്തായാലും കാണാൻ വേണ്ടേ ഗൈസ്? ഞാൻ കണ്ണാടി കാണാം ഗൈസ്. അപ്പോൾ ഇതിലെ വരുന്ന വഴി കണ്ടാണ്, കണ്ടിട്ട് എങ്ങനെ കയറാതെ പോകുന്നത്, അതുകൊണ്ട് കയറിയതാ. അത് ഇതായിരിക്കും. ഓ, വീടിന് ചുറ്റും ഒരു ഓടയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു മഴവെള്ളം വീണിട്ട് അല്ലടാ, മഴവെള്ളം വീണിട്ട് എല്ലാം ഉണ്ടോ? ആ വരിക. ഞാൻ ഓരോന്നൊക്കെ കാണുമ്പോഴത്തേക്കിനും ഷൂട്ട് ചെയ്യുന്ന കൊള്ളാമല്ലേ? എന്നാ എല്ലാം കാണാടാ. എന്നാ പിജിരമ്പിച്ചാണോ ഷൂട്ട് ചെയ്ത്? അകത്തിട്ടാലോ? അകത്തിട്ടുണ്ട്. ചതിൽ പിടിച്ച കസാര കമ്പി പിടിക്കാൻ നോക്കി പിടിക്കണേ. ഓ മൈ ഗോഡ്. കിച്ചൺ ഏരിയ ആണെന്ന് തോന്നുന്നു. വണ്ടിയുടെ സേഫ് ആണല്ലോ. നല്ല കാറ്റുണ്ടല്ലോടാ, സൂക്ഷിച്ച്. ഇവിടെ കൊള്ളാമല്ലേ? ഇതെന്താണ് ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത്? ഇതൊക്കെ റിനോവേറ്റ് ചെയ്തെടുക്കുകയാണ്. എന്നെ സൂപ്പറായിരിക്കും അല്ലേ? വെള്ളവടിയാർ പോലും കയറുന്നില്ലെന്ന് ഒരു കുപ്പി പോലും കാണാനില്ല. കണ്ടോ, അലക്കുകല്ല് മഴ നനയായിരിക്കാൻ വേണ്ടി അടിയിൽ. ബാക്കിലെ ഡോറ് ഏത്? അപ്പോൾ ഇതെന്നാ? ഇതും ബാക്കിലോട്ടുള്ള ഡോറാ. അപ്പോൾ ഇതാന്ന് തോന്നുന്നു മെയിൻ ഡോറ് ബാക്കിലോട്ടുള്ള. എങ്ങനെയാടാ? കിണറായി, കിണറ്റൊന്നും പോകല്ലേ. ഇവിടെ എന്തോ സ്റ്റോർ റൂം പോലെ എന്തൊക്കെ കാണുന്നുണ്ട്. അടുത്തല്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് വല്ലതും പണിത വല്ലതാണോ? പണ്ടത്തെ ഈ തേയിലത്തോട്ടത്തിൻ്റെ എസ്റ്റേറ്റ് തൊഴിലാളികളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന മെയിൻ ഒരാൾ കാണുമല്ലോ, എസ്റ്റേറ്റിൻ്റെ ഓണർ. അവരുടെ ആയിരിക്കും. ഇത് ഓറഞ്ചാണ്ട? ഓറഞ്ച് ഒന്നുമല്ല, ഇതെന്താ കാട്ടുമരം.
എന്തോ അത്രയ്ക്ക് വൃത്തിയായിട്ട സ്മെല്ലല്ല. എന്നാണ് കൊള്ളാം. അവിടെ എന്തോ കാണുന്നുണ്ട്, എന്തോ വാട്ടർ ടാങ്ക് വരുന്നുണ്ടാന്ന് തോന്നല്ല. ഇതിപ്പോ നേരത്തെ ഞാൻ വാഗമൺ വരുന്ന വഴിക്ക് ഈ ബിൽഡിംഗ് ഇത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് ഇങ്ങനല്ല, ഇതിലും കാട് പിടിച്ചായിരുന്നു കിടന്നിരുന്നത് അന്ന്. ഇത് ആരണ്ടോ ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇവിടെ, അല്ലെങ്കിൽ ഇത് ഇത്രയും ആയിട്ട് നിൽക്കത്തില്ല. എന്നാലും കൊള്ളാമല്ലേ. വഴിയാണ്, ചുറ്റും മലകളാണ്. ഏറാ കൊടിയുടെ അറിയത്തില്ല. ഇതൊരു ഓട കേട്ടോ. ഈ മഴവെള്ളം എല്ലാം അവിടുന്ന് കളക്റ്റായി, അതായത് ഒന്നിച്ച് ഒഴുകി ഇതിലേ കൂടെ വന്നത്. ഇത് പാറയാണ്, ഇതിനടിയിൽ കൂടെ ഓടയുണ്ടെന്ന് തോന്നുന്നു. ആ ഇവിടെ ഓട ഉണ്ടോ? സ്റ്റോർ ചെയ്യുന്നില്ല, ഇത് വഴിയിലോട്ട് വിടുന്നതായിരിക്കും. അവിടെ വഴിയിൽ മിക്കവാറും ഓട കാണും. പിന്നെ കൊള്ളാം. അവിടെ സംഭവം ഇപ്പോൾ അല്ലടാ. അപ്പോൾ ഈ സ്ഥലത്തിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഞാൻ എന്നാളിത് അതായിട്ടൊന്നുമില്ല ഇറങ്ങിയിട്ട് ആരോടും തിരക്കിയിട്ട് ഞാൻ പറയാം. അല്ലാതെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. എന്നാലും കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. രാത്രി വന്നാൽ ടെററായിരിക്കും അല്ലേ. രാത്രി വരണേ നമുക്ക് വേണേൽ വരാം, പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഇതൊക്കെ വരുന്നത് മോശമായിരിക്കും. എന്നാടാ ഇവിടെ ടെററാ, അത്രയും തന്നെ മതി. ആ ഒരു ഔട്ട് ഹൗസ് പോലെ എന്തോ പാറ കൊണ്ടുണ്ടാക്കിയൊരു ബിൽഡിംഗ് ആണത്. വൈകിട്ട് വരണമെങ്കിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ മോശമായിരിക്കും അല്ല, ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ അല്ലേ. വേറെ പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ കണ്ടതുകൊണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടൊന്ന് കയറിയതാണ്. ഇതൊക്കെ കണ്ട് അങ്ങനെ കയറാതിരിക്കും അല്ലേ. പഴയ ഇയോബിൻ്റെ പുസ്തകത്തിലെ സിനിമയ്ക്കകത്തൊക്കെ പോലത്തെ വീടല്ലേ. എല്ലാം കൊള്ളാം. ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കാൻ നൈസ്, പക്ഷേ ഇത് സെറ്റപ്പ് ചെയ്ത് എടുക്കണം. മൊത്തം ഇടിഞ്ഞു പൊടിഞ്ഞ് ഇത് കണ്ടില്ലേ, ഇവിടെ പാറയൊക്കെ മൊത്തം പോയി. എല്ലാം കൊള്ളാം. ഫോട്ടോസ് ഒക്കെ എടുക്കാം, നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഓ ഇത് അടിപൊളി കേട്ടോ. ഇവിടുന്ന് അടിപൊളിയാടാ, ഒരു രക്ഷയില്ലടാ. സൂപ്പർ വീട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും വാഗമണ്ണ് പോകുന്നുണ്ടെങ്കിൽ ഏലപ്പാറയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് 5-6 കിലോമീറ്റർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും റൈറ്റ് സൈഡിലായിട്ടൊരു വളവാണ്. ആ വളവ് തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും. വരാൻ താല്പര്യമുള്ളവർക്ക് വന്ന് വേണം ഫോട്ടോസൊക്കെ എടുക്കുക. എന്നും പറഞ്ഞാൽ ഇവിടെ വന്ന് ചില്ലെന്ന് എറിഞ്ഞ് പൊട്ടിക്കാനും നിൽക്കല്ലേ. ചില ആൾക്കാരൊക്കെ ഉണ്ട്, ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ അവരുടെ കൈ പിരിപ്പിരിക്കും. അങ്ങനെയുള്ളവരൊന്നും വരരുത്. അതെ, ഫോട്ടോസ് നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കുക. നല്ല ഇപ്പോൾ ഈവനിങ് ടൈം ആയിട്ട് നല്ല ഗോൾഡൻ ലൈറ്റ് അടിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് മപ്പ് ഫോട്ടോസ് എടുത്തിട്ട് പോകാം അല്ലേ. അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് വീഡിയോയുടെ ചെൻഡിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ. ബൈ പറ, ബൈ, കൈയടി, ബൈ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.